ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. നരമ്പിൽ ദേശത്തിന് അധിപയായി സർവ്വജനങ്ങൾക്കും മോക്ഷപ്രാപ്തിയേകി ഐശ്വര്യദായകിയായി വാണരുളുന്ന നരമ്പിൽ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ആദരപൂർവ്വം നടന്നുവരുന്നു. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ക്ഷേത്രം കാരണവർ NV ഗോപിനാഥനും അനുരാഗ് കുറ്റൂരിൻ്റെയും വാക്കുകളിലേക്ക്. Sonia
നമസ്കാരം. വടക്കേ മലബാറിൽ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ക്ഷേത്രമാണ് നരമ്പിൽ ഭഗവതി ക്ഷേത്രം. ഈ നരമ്പിൽ ദേശത്തിന്റെയും ഈ പ്രദേശത്തിന്റെയും അധിപതിയായിട്ട് വാഴുന്ന ദേവിയാണ് നരമ്പിൽ ഭഗവതി. എല്ലാവർക്കും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് ശാന്ത സ്വഭാവിയായിട്ട് എല്ലാവർക്കും അമ്മയായിട്ട് ഞങ്ങൾ പരിപാലിക്കുന്ന ദേവിയാണ് നരമ്പിൽ ഭഗവതി. നരമ്പിൽ ഭഗവതി ആരുടെ സ്ഥാനമാണ് ഇവിടെ? നരമ്പിൽ ഭഗവതി മറ്റ് ക്ഷേത്രങ്ങളിൽ കെട്ടിയാടിക്കുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതാണ് ആരുടെ സ്ഥാനം. അതുകൊണ്ട് അതിനുള്ള പ്രാധാന്യം പ്രത്യേകതയാണ്. ഇവിടെയുള്ള ചിട്ടകളും വട്ടങ്ങളും അനുഷ്ഠാനങ്ങളും വേറെ എവിടെയും കാണാറില്ല. ചരിത്രാതീതമായ കാലം മുതലേ നടന്നു വന്നിരുന്ന അതേ അനുഷ്ഠാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുവരുന്നത്. ഈ കൊട്ട്ലകം ഇവിടെയാണ് ഞങ്ങളെ ഗുരുകാരണവന്മാരുടെ സ്ഥാനം. ആദ്യമായിട്ട് നരമ്പിൽ ഭഗവതിയെ ഇവിടെ കൊണ്ടുവരാനും നരമ്പിൽ ഭഗവതിയെ ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ വസിക്കാനും ആയി തിരഞ്ഞെടുത്ത നായരാണ് കൊടക്കൽ അകമ്പടി. അവർ മുതൽ പിന്നീടുള്ള പ്രഗത്ഭന്മാരായ കാരണവരെ അവരെയൊക്കെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്തംഭം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയും കൊല്ലത്തിൽ 2 പ്രാവശ്യം മറയൂട്ട് അടിയന്തരം നടത്തുന്നുണ്ട്. പാൽപ്പായസവും നെയ്യപ്പമൊക്കെ നിവേദിച്ച് ബാക്കി മണ്ഡലം വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടുവരുന്നുണ്ട്. നരമ്പിൽ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം മകരം 5 മുതൽ 8 വരെയാണ് നടത്തപ്പെടാറ്. അതായത് ജനുവരി 19 മുതൽ 22 എന്നീ ദിവസങ്ങളിലാണ് നരമ്പിൽ ഭഗവതി ക്ഷേത്ര ആരൂഢ സ്ഥാനത്ത് കളിയാട്ടം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവതിയുടെ ചരിത്രം അല്ലെങ്കിൽ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദി അസുരാദികളോടവർ യുദ്ധം പടവരുത്തുമ്പോൾ ആറായി ഒഴുകിയ ചോരയിൽ ഉളവായ ഭദ്ര നാശമകറ്റി മനുഷ്യർക്ക് വിനകളകറ്റാൻ ഭൂമി മുമ്പായി വന്ന് ദേവതയാണ് സാക്ഷാൽ നരമ്പിൽ ഭഗവതി എന്ന് അറിയപ്പെടുന്നത്. അതായത് കൊടവദ്യർ എന്ന അസുരഗണങ്ങളെ നിഗ്രഹിക്കാനായിട്ട് ഭൂമി പാതാളത്തിലൂടെ വന്ന് അസുരന്മാരെ നേരെ അമ്പുകൊണ്ട് നിഗ്രഹിച്ചത് കൊണ്ടാണ് നേരെ അമ്പിൽ ഭഗവതി അല്ലെങ്കിൽ നരമ്പിൽ ഭഗവതി എന്ന് നാമകരണം വന്നത്. നേരെ അമ്പ് എന്ന സ്ഥലം ഇവിടെയാണ്. ആ കാവ് ഭൂമി പാതാളത്തിലൂടെ വന്ന് ഭൂമി പിളർന്നു വന്ന ഭഗവതിയുടെ കാവ് ഇന്നും സംരക്ഷിച്ച് കാവിൽ അടിയന്തരം നടത്തിക്കൊണ്ട് തറവാട് സംരക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നരമ്പിൽ ഭഗവതി ഇവിടെ വന്ന് ഇവിടുത്തെ ചുറ്റുപാടും സ്ഥലവും ഇഷ്ടപ്പെട്ട് മടിയം കുലം ക്ഷേത്രപാലകന്റെ മുന്നിൽ പറഞ്ഞ് ആ രീതിയിൽ ഭഗവതി സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ 1200 പടനായകന്മാരിൽ ഒരു പടനായകനെ എനിക്ക് വഴക്കം ചെയ്തു തരണമെന്ന് ഭഗവതി അരുൾപ്പാട് ചെയ്യുകയും ചെയ്തു. ആ രീതിയിൽ മടിയൻ ക്ഷേത്രപാലകൻ 1200 പടനായകരിൽ ഒരു നായരെ, അതായത് കൊടക്കൽ നായരെ വഴക്കം ചെയ്തു കൊടുത്തു. കൊളക്കടവിൽ കണ്ട കൊടക്കൽ നായരെ ഭഗവതി വലത് കൈയാലെ പിടിച്ച് നരമ്പിൽ പ്രദേശത്ത് മുൻപ് കൊടവതിയരെ വധിച്ച നരമ്പ് ദേശത്തെത്തുകയും ഇവിടെ ആരൂഢം ഉറപ്പിക്കുകയും ചെയ്തു. ഭഗവതി കൊടക്കൽ നായർക്ക് തൻ്റെ ആരൂഢ സ്ഥാനമായി നിലകൊള്ളുന്നതിന് വേണ്ടി 78,000 പൊതി സ്ഥലവും ഒരു ഗോശാല നിറയെ പശുക്കളെയും മറ്റ് ഭഗവതിയുടെ കലശം എടുക്കുന്നതിനായി നരമ്പിൽ കുടിപതിമാരെയും ചുമതലപ്പെടുത്തുകയുണ്ടായി. അത്തരത്തിലാണ് ഇതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു മിത്ത് കടന്നു പോകുന്നത്.
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, വൺപ്ലസ്, ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920 777 577.